ഹലോ നമസ്കാരം, ഞാൻ അജിനസ് ചിത്രാലയ. ഈ ഫ്ലോട്ടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണും. അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും വളരെയധികം നന്ദി. എന്നെ കുറേ പേര് സംശയങ്ങൾ ചോദിക്കാനും വീഡിയോസ് നല്ലതാണെന്ന് പറയാനും വേണ്ടി വിളിച്ചു. ചാത്തനാംകുളത്തുള്ള മിഥുൻ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യനാണ് ആദ്യമേ എന്നെ വിളിക്കുന്നത്. മിഥുനും ഇതുപോലെ മിനിയേച്ചറുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം. രണ്ടാമതായിട്ട് വിളിക്കുന്നത് മടവൂരുള്ള ആകാശം എന്ന് പറഞ്ഞ പയ്യനാണ്. വിളിക്കുന്നവരെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ഒരു ചാനൽ കണ്ടിട്ട് ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ മൂന്നാമതായിട്ട് ഒരാൾ വിളിച്ചു, ശ്യാം. മാരായമുട്ടത്താണ് വീട്. ശ്യാമിന് ഒരു പഴയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, രാവണൻകോട്ട എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞാൽ ആ ഗ്രൂപ്പ് നമുക്ക് ഫ്ലോട്ടിന് വേണ്ടി ആക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ ആ ഗ്രൂപ്പിന് ഉത്സവ ഫ്ലോട്ടുകൾ എന്നാണ് ഗ്രൂപ്പിന് പേരിട്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അതിൽ മിനിയേച്ചർ ഫ്ലോട്ടിനെ കുറിച്ചുള്ള എന്ത് സംശയം വന്നാലും അതിൽ ചോദിക്കാം. നിങ്ങൾക്ക് ആ സംശയം അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നീട് വിളിച്ചത് അമലാണ്. അഞ്ചാലുമൂടാണ് വീട്. അഞ്ചാലുമൂട് ലച്ചു എന്ന് പറയുന്ന ഒരു പയ്യനും കൂടെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ വിളിച്ചു. പിന്നെ കുറേ അധികം പേര് വിളിച്ചിരുന്നു. സമയക്കുറവ് മൂലം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ആൾ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫസ്റ്റിലേ വരും. ഫസ്റ്റിലെ തന്നെ ഫ്ലോട്ടിന്റെ വീഡിയോ കാണുകയും ചെയ്യാം. ഞാനല്ലേ ഇതെല്ലാം ഇരുന്ന് പറയണ്ട, അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്ന് പറയേണ്ട കാര്യം എന്തുവാ? എൻ്റെ കൂടെ കാണിക്കണേ, എൻ്റെ കൂടെ കാണിക്കടേ. തുടങ്ങാം. AC ആർട്ട് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേവർക്കും സ്വാഗതം. ലിവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണിച്ചിത്രത്താഴിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നാഗവല്ലി വന്നിരുന്ന് വെട്ടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സാധനം കണ്ടിട്ടില്ലേ, അതേപോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് അപ്രത്യക്ഷ എന്നുള്ളൊരു ഇത് വരുത്താൻ വേണ്ടി അത് ഇവിടെയാണ് ആ ലിവർ ഇട്ടേക്കുന്നത്. കമ്പിയിൽ കയറ്റിയിട്ടിരിക്കുകയാണേ. അപ്പോൾ അതിങ്ങനെ കറക്കി കൊടുക്കും. അതാണ് ഈ അപ്രത്യക്ഷമാകുന്നതിൻ്റെ ഒരു ടെക്നിക്ക്. പിന്നെ ഇവരുടെ രണ്ടിൻ്റെയും സംസാരിക്കുമ്പോഴുള്ള തല മൂവ്മെൻറ്റ്, അത് തലയുടെ ആ ഭാഗം ഒട്ടിച്ചിട്ടിരിക്കുകയാണ്, ബാക്ക് ഭാഗം. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മൂങ്ങി കിട്ടും. പിന്നെ അതേപോലെ കംസൻ്റെ അത് ഇച്ചിരി നമുക്ക് ഒറിജിനാലിറ്റി കിട്ടും. ആ മീശ ഇരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് വാ തുറക്കുമ്പോഴത്തേക്കൊരു ഒറിജിനാലിറ്റി കിട്ടും. ഇത് അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇതിൽ കിട്ടും. അത് ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പിയുണ്ട്, അത് വലിക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് സംസാരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംസനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി കുനിയുന്നൊരു രംഗമുണ്ട്. അത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇത് കണ്ടോ, ഒരു സംഭവം പൊങ്ങി വരുന്നതാണ്. ഇത് സിറിഞ്ചാണ്. സിറിഞ്ചിൻ്റെ ബോട്ടിലിനകത്ത് ട്രിപ്പിൻ്റെ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. നമ്മളെ JCBയിലൊക്കെ കാണിക്കുന്ന അതേ മെക്കാനിസമാണ്. ഇത് തെള്ളി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു വരും. നമ്മളത് ബാക്കിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നൂരും. അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ നടുഭാഗത്തെ ചെറിയ മൂങ്ങകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കട്ടൗട്ടറിൽ നിന്ന് ഈ ദേവിമാരും ദേവന്മാരൊക്കെ പൊങ്ങി വരുന്ന ഇതിനൊക്കെ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ദേവി പ്രത്യക്ഷപ്പെടുന്നൊരു ഇത് കാണിക്കാൻ വേണ്ടി അത് യഥാർത്ഥ ഫ്ലോട്ടിൽ ഒരു ഫ്ലക്സ് ഇട്ടിരിക്കുകയാണ്. അത് താത്തി കൊടുക്കുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ചെയ്തതാണ്. ഇതിൻ്റെ കൽത്തുറങ്ങലിൻ്റെ കട്ട പൊട്ടി മാറുന്ന പോലത്തെ ഒരു സംഭവം. അതിൻ്റെ ബാക്കിലേക്ക് പോവാം. ഇതിൻ്റെ ബാക്കിൽ ഇതിൽ നീക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിലാണ് ഈ സംഭവം ഇരുന്ന് നീങ്ങുന്നത്. അപ്പോൾ ഇത് ബാക്കിൽ വർക്ക് ചെയ്യിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഇങ്ങനെ അടങ്ങി വരും. ഇതിപ്പോൾ എന്താണ്ട് ഈ കട്ടയുടെ ഒരു പാറ്റേൺ വെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് കയറിയിരിക്കും. നമ്മളിതിൽ തലനക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ദേവിക്കും ചെയ്തിരിക്കുന്നത്. ദേവിയുടെ കൈയും തലയുമാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അതിന് മുമ്പ് ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വർക്കാണ്. ഇതിനെ നമ്മൾ വേണ്ട ഇങ്ങനെ ആക്കിയാലും തിരിച്ച്. അപ്പോൾ ഈ മെറ്റീരിയൽ എന്താണെന്നറിയാനും ഇത് ഏത് ഫ്ലോട്ടാണെന്ന് അറിയാനും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ബൈ. കുറേ അധികം പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം സമയം കുറവായതുകൊണ്ട് നീ വരുന്നില്ലയോ? തീരാറായി. ഒരു കട്ടിങ് നീ മറ്റേനകത്തുണ്ടല്ലോ, നീ അവിടെ ഇല്ല. പിന്നെ